കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. അനുഗ്രഹീതമായ ഈ ആരാധനാ ദിവസം കർത്താവിൻ്റെ വചനമായി നിൽപ്പാൻ ജീവിതത്തിൽ ലഭ്യമായ വിലയേറിയ അവസരത്തിനായി അഭിഷേകത്തിനായും യേശുവിൻ്റെ മുമ്പാകെ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുന്നു. And I am thanking God for the wonderful time and this blessed time God had given us. ഈ കഴിഞ്ഞ 2025 ഒക്ടോബർ 20 ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. And the Lord had enabled me to come to this land last October 20th. കർത്താവിൻ്റെ വരവ് താമസിച്ചു തന്നാൽ ഈ അടുത്തയാഴ്ച ഈ 6 ഏപ്രിൽ 6 തിരികെ നാട്ടിലേക്ക് കടന്നു പോകുവാൻ കർത്താവിനാൽ ആഗ്രഹിക്കുന്നു. If God willing, I am planning to go back to India coming on the 6th. ഈ ആരാധനാ ദിവസം ഈ 3 ദിവസങ്ങളിലുള്ള ഉപവാസ പ്രാർത്ഥന സഭയായി ക്രമീകരിച്ചു. അതുപ്രകാരം വചനവും സാക്ഷ്യമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. അതിന് അവസരം തന്ന ഹോം ഗ്രൂപ്പ് ചർച്ച് അതിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്ത ശ്രേഷ്ഠ ദൈവപ്രത്യൻ മെതിപാസ്റ്റർ അവരുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള എല്ലാ സ്നേഹ വന്ദനങ്ങളെയും അറിയിക്കുന്നു. And I thank Matthew Pastor and the church for arranging this fasting prayer and inviting me to be here as a guest pastor. നേരത്തെ മസ്കറ്റിന് ദേശത്ത് കാണുവാൻ പരിചയപ്പെടുവാൻ വീണ്ടും ഇവിടെ വന്നപ്പോഴും ദേഹവുമായി അറിഞ്ഞില്ലായിരുന്നു. എന്നാൽ വീണ്ടും കാണുവാനും പരിചയപ്പെടുവാനും അയർലൻഡിൽ നോർത്തേൺ അയർലൻഡിൽ വീണ്ടും ഒന്നിച്ച് കണ്ട് ഈ ദിവസങ്ങളിൽ ഒന്നിച്ച് വീണ്ടും ആയിരിക്കാൻ സഹായിച്ചല്ലോ. I have met Matthew Pastor back in Muscat few years back and God enabled me to meet him again in this land. കുടുംബമായി ശുശ്രൂഷ സഭയ്ക്കും ദേശത്തും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയാകട്ടെ. And may the Lord help them as a family to raise God's name for his glory. അതുപ്രകാരം കൂടെ സഹശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ അഭിഷിക്ത ശ്രേഷ്ഠ ദൈവവൃദ്ധന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, സഭയിലെ എല്ലാ ചുമതലപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. And I also greet each and every one of you who are elders, pastors, other pastors here, and I greet each and every one of you. അതുപോലെ തന്നെ എന്നെ അധികം സ്നേഹിക്കുന്ന സഹോദര സഹോദരി തുല്യം ആമേൻ ഹല്ലേലൂയ വർഷങ്ങൾ ഒന്നിച്ച് പഠിപ്പാനും ലോകപ്രകാരമായിരുന്നു. എന്നാൽ ദേശത്ത് വന്ന കർത്താവിൻ്റെ ദാസന് എബിബദറും കർത്താവിൻ്റെ ദാസി സുഹൃത്ത് സിസ്റ്ററേയും പരിചയപ്പെട്ട് 2016 വീണ്ടും 2018 ദേശത്ത് വരുവാൻ കുടുംബം സഹായിച്ചു. 8 വർഷത്തിന് ശേഷം വന്ന് ഭവനത്തോട് ചേർന്ന് ബോസിപ്പാനും പ്രാർത്ഥിപ്പാനും തലചായിപ്പാനും പിടിപ്പാനും വീണ്ടും കർത്താവ് അവസരം തന്ന കുടുംബത്തുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. And I also thank Pastor Brother Ebi and family because I know them. He studied with me back in India and I met him here in 2015 and this is the third time I am coming here and I am greeting that family as well for their all the hospitality. എൻ്റെ പേര് ബിജു ജോൺ എന്നാണ്. അവലിക്കര സ്വദേശി IPC വെസ്റ്റ് സെൻറ്ററിൻ്റെ പതുച്ചിറ അത്താബോർ ചർച്ചുമായുള്ള ബന്ധത്തിൽ കൂടി നടക്കുന്നു. കർത്താവ് വഹിക്കുന്നിടത്തെല്ലാം കർത്താവിൻ്റെ വചനവും സാക്ഷ്യമായി നിൽക്കുന്നു. And my name is Pastor B.J. John and I am doing my ministry wherever God enables me, carries me. 27 ശുശ്രൂഷ മുമ്പാകെയുണ്ട്. കഴിഞ്ഞ സമയം വന്നപ്പോൾ ഞാൻ സാക്ഷ്യമൊക്കെ പ്രസ്താവിച്ചതുകൊണ്ട് തന്ന സമയത്തിനകത്ത് വചനത്തിലേക്ക് കടന്ന് വേഗത്തിലിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. And last time also when I came here I have said my testimony, but given that whatever time I have got here and I am going to say my testimony and say from the word of God. പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ആരാധന ലീഡ് ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ സഹായിച്ചു. ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, എല്ലാം തുടക്കം മുതൽ ഹല്ലേലൂയ കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് സങ്കീർത്തനത്തിൽ നിന്ന് കേൾക്കുവാനും എല്ലാം സഹായിച്ചു. And from the beginning God was with us and I could hear the blessed worship and I could worship along with them and I heard the psalm from the pastor and everything was a blessing. നല്ല സാക്ഷ്യങ്ങൾ. അതുപോലെ ഹല്ലേലൂയ വചനവുമായി നിൽപ്പാനും ശേഷം തിരുമേശ ശുശ്രൂഷ
എല്ലാം അനുഗ്രഹമായി തീരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. And I want to save my testimony and also say from the word of God. After that, we want to participate in the Lord's table, and may the Lord bless us in all these things. ഒരു വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. And I am asking your prayer, and may the Lord help all of us. ദൈവാത്മാവിനാൽ പ്രകാശിപ്പിക്കുന്ന വചനഭാഗത്തേക്ക് ഞാൻ കടക്കുന്നു. And whatever the Lord had given me, and from that word of God, I am going to start. സങ്കീർത്തന പുസ്തകം 42-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. Psalm 42 verse 6. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവെന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. And Psalm 42 verse 6, it says, "O my God, my soul is cast down within me. Therefore will I remember you from the land of Jordan, Hermonites, and from the hill Mizar." ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. Let's close our eyes വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. and thank God for this verse. വചനമാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. And this word is written by the Spirit വിഭാഗിച്ചു of തരുവാൻ God. കർത്താവ് സഹായിക്കും. May the Lord give us the capability to interpret this verse. കർത്താവെ, അടിയൻ ശുശ്രൂഷിക്കുമ്പോൾ അങ്ങയുടെ വിലപ്പെട്ട ദാസി ആമേൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് അഭിഷേകം ചെയ്യും. And the Lord anoint both of us. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രാർത്ഥനയും ചോദിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. And we submit ourselves in presence of the വായോടും Lord. നാവോടും കൂടെ ഉള്ളതാകിയാൽ സ്തോത്രം മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. May the Lord with us in our speech. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവെന്നിൽ വിഷാദിച്ചിരിക്കുന്നു. And it's saying, "Oh my God, why my soul is cast down within me." വിഷാദം അത് മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു രോഗമാണെന്ന് പറയും. And we know the depression, according to the medical science, it is a kind of sickness. അത് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. And we say it is kind of depression. 2016 ഈ ദേശത്ത് വന്ന് ഈ ദേശത്തെ ഒരു മെയിനായുള്ള ലോകപ്രശസ്തനായ ഒരു ആമേൻ ഹല്ലേലൂയ സൈക്കാട്രിക് ഡോക്ടറിൻ്റെ അടുത്ത സ്നേഹിതനാണ്. And when I came in 2016, I have a friend here. He is a psychiatrist. ഞങ്ങൾ ഈ ആമേൻ ഹല്ലേലൂയ ഒരു വിഷയം പ്രത്യേകിച്ച് കർത്താവ് തന്നൊരു ശുശ്രൂഷ മുഖാന്തരമായി ഈ വിഷയത്തെ പറ്റി അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറയുവാനിടയായിട്ടുണ്ട്. And during my ministry, we have discussed about this topic with that doctor. വിഷാദം എന്ന് പറഞ്ഞാൽ അത് പുറമേ ഉള്ള ഒരവസ്ഥയല്ല. And depression, it is not something that you can see outside of the body. ആർക്കും കാണാൻ കഴിയാത്ത, ആർക്കും കടന്നു ചെന്ന് ചികിത്സിക്കാൻ കഴിയാത്ത, ആർക്കും എക്സ്റേയിലൂടെയോ സ്കാനിങ്ങിലൂടെയോ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു തലം. And it is a kind of disease you cannot actually diagnose through an X-ray or any kind of imaging system. അവിടെ ഏൽക്കുന്ന ചില മുറിപ്പാടുകൾ. And it is actually some kind of thing happening. പുറമേയുള്ള മുറിപ്പാടുകൾക്ക് എല്ലാം മരുന്ന് വെച്ച് കെട്ടാം. And we know all the wounds that happens on your body, you can actually get kind of an ailment on them. എന്നാൽ ഈ അകമയുള്ള മനസ്സിൻ്റെ മുറിവുകൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. But the wounds that actually happen on your heart and your mind, and nobody can help you. ആമേൻ. എന്നാൽ 147 സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ But Psalm 147 verse 3, ആമേൻ ഇങ്ങനെ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും and it says that he heals the broken in heart, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. and he actually bind the wounds. ഈ അകത്തുള്ള മുറിപ്പാടിന് കാരണങ്ങൾ ചിലതുണ്ട്. And there are different kind of reasons for these kind of wounds within വലിയ us. ബിസിനസ് മേഖലയിലേക്ക് ചിലർ കടന്നു ചെന്നിട്ട് അവർക്ക് അതിൻ്റെ ഏർണിങ്സ് ആമേൻ ബെനിഫിറ്റ് കിട്ടാതെയാകുമ്പോൾ ചിലരുടെ മനം തകർന്നു പോകും. And some people, when they do the business, if they don't get any kind of profit out of them, they get broken. ആമേൻ. കുടുംബജീവിതത്തിൽ കയറിയിട്ട് അതിൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ ലഭ്യമാകാതെ ഇരിക്കുമ്പോൾ ചിലരുടെ മൈൻഡ് അപ്രകാരം തകർന്നു പോകും. Some people, when they start their family life and they don't get any kind of happiness out of their family, those kind of people will be broken in their heart. കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തിട്ട്
അവർ അവരെ ആഗ്രഹിക്കുന്നത് പോലെ ആ കുഞ്ഞുങ്ങൾ ആകാതെ ഇരിക്കുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സ് ഇങ്ങനെ മുറിയാറുണ്ട്. And when we raise up the children and the children will not come according to the will of the parents, then the parents' heart will be broken. തെറ്റായ സ്നേഹബന്ധങ്ങൾക്കകത്ത് പോയി ചില കുട്ടികൾ, ചില കുഞ്ഞുങ്ങൾ, ചില ഭാര്യാഭർത്തൃ ബന്ധം പോലും ഉടഞ്ഞ് ചിലരുടെ മനസ്സ് തകരാറുണ്ട്. And some people will be broken in their heart, even children or adults, when they get into some kind of illegal relationship. പഠിച്ചു അതിനനുസരിച്ചുള്ള ജോലി ലഭ്യമാകാതെ ഇരിക്കുമ്പോൾ, And some people when they study enough and they don't get a job. ആമേൻ, പഠിച്ചു അതിനനുസരിച്ചുള്ള സ്കോർ ലഭ്യമാകാതെ ഇരിക്കുമ്പോൾ, And some people, children, where they studied well but they didn't get enough score. പുറമേ അല്ല മകമേ ചില വ്യതിയാനങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് പ്രകാരം ഉണ്ടാകും. And they will have some changes in their life, not anything outside but in their heart. അനേക കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ, വ്യക്തികളെ ശുശ്രൂഷ നിമിത്തം കർത്താവിൻ്റെ വചനവുമായും ശുശ്രൂഷയിലും തിരികെ കൊണ്ടുവന്ന അനുഭവത്തിൽ നിന്ന്, Because of the ministry which I am doing, I have brought back so many people from this kind of broken heart. ഈ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ, ഓരോ തലങ്ങളുണ്ട്. And there are different levels for this. ഇങ്ങനെയുള്ള വ്യക്തികൾ ആദ്യം ആമേൻ എല്ലാവരും കൂടിയിരിക്കുന്നവർക്ക് അവർക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല. And this kind of people, when the people assemble together, they don't want to sit in the middle of. നമ്മൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനകത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാതെ അവർ ഉൾവലിയുവാനിടയാകും. And when we discuss things, they try to be silent and they try to be within themselves. പിന്നീട് അവർ ആമേൻ പ്രത്യേകം ഒറ്റയ്ക്കൊരു മുറിക്കകത്ത് അടച്ചിരിക്കാൻ അവർക്ക് ഇഷ്ടം. And this kind of people would like to close their door and sit alone in a room. അടുത്ത തലത്തിലേക്ക് അത് മാറും. And when it comes to the next level, വെളിച്ചം ആമേൻ അവർക്ക് ഇഷ്ടമല്ല, ഇരുട്ടിനകത്ത് അവർക്ക് ഇരിക്കാനാണ് ഇഷ്ടം. and people then start liking the darkness and they don't like the light. അടുത്തത് ആരെങ്കിലും അവിടെ കയറി ചെന്നാൽ അവർ പെട്ടെന്ന് ഭയം കാണിക്കും. And if someone gets into their room, they get very scared. ആമേൻ, അടുത്ത തലം പിന്നീടത് ഉപദ്രവത്തിലേക്ക് മാറും. And the next level is they start injuring other ആ people. മേഖലയിലാണ് മെഡിക്കൽ സയൻസിലേക്കുള്ള ചികിത്സയിലേക്ക് കടന്നു പോകുവാനിടയാകുന്നത്. And when people start attacking, this kind of people start attacking others, that is the time people go for the medical help. ആ മെഡിക്കൽ ഡോക്ടർ ഇങ്ങനെ പറയുവാനിടയായി, And this medical doctor, psychiatrist told me like this, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, we can't do anything. പിന്നെ മെഡിസിൻസ് കൊടുത്ത് അഡിക്റ്റ് ആക്കിയിടുകയാണ് ചെയ്യുന്നത്. And what we do is we give them medicine so that we can suppress them. എന്നോട് പറഞ്ഞു, പാസ്റ്ററേ ഇതെല്ലാം പൈശാചികമാണ്. And what he told me is, Pastor, all these are of evil spirit. യേശുവിൻ്റെ സാന്നിധ്യം ഇവർ അനുഭവിച്ചാൽ, If they actually get the presence of the Lord, അവൻ അവരെ സൗഖ്യമാക്കും. and Jesus can heal them. മെഡിക്കൽ സയൻസിന് കഴിയാത്ത ചില തലങ്ങളിൽ തൊടാൻ ഒരു യേശുവുണ്ട്. And there are, our Jesus is there, he can actually touch those kind of levels മെഡിക്കൽ where the medical സയൻസിന് science കടന്നു cannot help. തൊടാൻ കഴിയാത്ത ചില തലങ്ങളുണ്ട്. And there are some kind of levels where the medical science cannot reach. ഈ ആരാധന മധ്യേ പുറമെയല്ല, ചില ആന്തരിക സൗഖ്യം വ്യാപരിക്കുന്ന ഒരു പകൽ സമയമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. And in the middle of this worship, and the Spirit of the Lord is telling me that it is the time that we need to heal inside. ഇവിടെ ആർക്ക് കടന്നു വന്നൊരു എക്സ്റേ എടുക്കാൻ കഴിയത്തില്ല. എക്സ്റേ, And all these things we cannot see in the X-ray. സ്കാൻ ചെയ്യാൻ കഴിയത്തില്ല. We cannot really scan it. നല്ലൊരു ഡോക്ടർ യേശു, But there is a doctor, his name is Jesus. അകത്തളങ്ങളിൽ തൊടുന്ന ഒരുവൻ, And he can actually touch our മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു യേശു. And that Jesus can actually bind the heart of the people who are broken. അവരെ സൗഖ്യമാക്കുന്ന ഒരു യേശു. And he can heal those broken people. Praise the Lord. Praise God. Yes. കണ്ണുനീരെന്നു മാറുമോ, വേദനകളിന്നു തീരുമോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളിന്നു തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ
രക്ഷിപ്പാനായി നീ വരണേ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നേ, താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കൂരിരുളിൻ താഴ്വരകൾ അതിഘോരമാം വേദനയും, കൂരിരുളിൻ താഴ്വരകൾ അതിഘോരമാം മേടുകളും, മരണത്തിൻ താഴ്വരയിൽ താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവെന്നിൽ വിഷാദിച്ചിരിക്കുന്നു. Oh my Lord, why my mind is cast down? അതുകൊണ്ട് So, യോർദാൻ പ്രദേശത്തും in the place of Jordan, ഹെർമോൻ പർവ്വതങ്ങളിലും in the hill of Hermonites, മിസാർ മലയിലും വെച്ച് in the hill of Mizar, ഞാൻ നിന്നെ ഓർക്കുന്നു. and I am remembering you. മനം തകർന്ന അനുഭവങ്ങളാണ് എങ്കിലും Although all the incidents that happened is of broken heart, ഓർക്കാൻ ചിലതുണ്ട്. but there are things that I can be ഈ remembered. ആരാധന മധ്യേ കടന്നു വന്ന് മനം തകരുന്ന ചില അനുഭവങ്ങളുടെ നടുവിലും And but whoever comes here in the presence of the Lord, ഓർക്കാൻ broken എന്തെങ്കിലും heart, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ and if കഴിയത്തില്ല. the Lord had given you something that can be remembered, you should be. നാലാമത്തെ വാക്യം പറയുന്നു, ഉത്സവം ആചരിക്കുന്ന ബഹുപുരുഷാരത്തിൻ്റെ സ്തോത്രവും സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. And I am remembering the time when I came in the middle of the festival to the church, and thinking about that, I am really rejoicing. മനം തകർന്ന അനുഭവങ്ങളുടെ നടുവിലും മനം തകർക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും ആമേൻ ഓർക്കാൻ ചിലതുള്ള ദൈവത്തിൻ്റെ പൈതൽ ആരാധന മധ്യേ അടങ്ങിയിരിക്കുകയല്ല, അവർ സമൂഹമധ്യേ തലതാഴ്ത്തി നിൽക്കുകയല്ല. ആമേൻ ഉത്സവം ആചരിക്കുന്ന ബഹുപുരുഷാരത്തിൻ്റെ സ്തോത്രമായ സ്വരത്തോടുകൂടെ അവർ ആനന്ദിക്കുന്നത് പോലെ ദൈവം ചിലത് ചെയ്തത് ഓർക്കുമ്പോൾ അവരാണ് മാറും. Even in the midst of all the experience that has actually cast down the heart, but when you come to the presence of the Lord, you have still, there are things that can be remembered to rejoice in the presence of the Lord. മധ്യേ മനം തകർന്ന ചില അനുഭവങ്ങളുടെ നടുവിലും ഓർക്കാൻ ചിലതുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And even in the midst of the worship, you have things that happened in your life that has broken your heart. I am actually rejoicing in Lord for those people who still have things that can be remembered to rejoice Him. 3 സ്ഥലങ്ങൾ അവർ ഓർത്തപ്പോൾ അവരെ ആളുമാറി. And when they thought about the 3 places, they have actually changed. 1 യോർദാൻ, One is Jordan, 2 ഹെർമോൻ, second is Hermon, 3 മിസാർ. third one is Mizar. 3 സ്ഥലങ്ങളെ അവർ ഓർത്തപ്പോൾ അവർ ആളുമാറി. And when they thought of these 3 places, they actually changed. ഹെർമോൻ, ആമേൻ ആമേൻ, സീഹോനും ഓഗും
അവരെ തോൽപ്പിച്ചൊരിക്കലും ജയമെടുക്കാൻ കഴിയുകയില്ല എന്നുള്ള ജീവിത അനുഭവങ്ങളുടെ നടുവിൽ ഒരു ജയം അവർ ഓർത്തപ്പോൾ അവരാൾ മാറി. And in Hermon, when they thought that they will be defeated by the other two teams, and then when they thought that they got that victory, they changed themselves. മിസാറിൽ വെച്ച് അവർക്ക് പ്രമാണം കിട്ടിയത് ഓർത്തപ്പോൾ അവരാൾ മാറി. And when they were in Mizar, they thought about the commandments or the ordinance that they have received. They have changed. യോർദാനെ ഓർത്താൻ അവർക്ക് അനേക വിഷയങ്ങളുണ്ട്. And when they think about Jordan, they have lot of things that can be remembered. യോർദാനെ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് പറഞ്ഞ് ആമേൻ ആമേൻ നന്ദി പറയാനല്ലാതെ ഒന്നുമില്ല. When they remember Jordan, they have lot of things and they have nothing else other than thanking the Lord. അങ്ങനെയാണെങ്കിൽ ആ യോർദാന്റെ അനുഭവങ്ങളിൽ എന്തൊക്കെ അവർ ഓർത്ത് അവരാൾ മാറി എന്നൊന്ന് നോക്കാം. In that case, what are the things they have for the remembrance of Jordan? അങ്ങനെയാണെങ്കിൽ യോർദാനെ പറ്റി ആമേൻ നമ്മൾ ഓർക്കുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം, അതിന്റെ ചരിത്രം, അതിന്റെ പശ്ചാത്തലം, ഭൂമിശാസ്ത്രം ഒന്ന് പഠിക്കണം. Before understanding what happened in Jordan, we need to understand the background. What happened in Jordan? ആധാരമായ രണ്ട് വാക്യം നമുക്ക് വായിക്കാം. And for that, let us read 2 verses. ആമേൻ ഹല്ലേലൂയ. സഭാപ്രസംഗി 11:1. സഭാപ്രസംഗി 11:1. Ecclesiastes 16 verse 1. 11:1. 11 verse 1. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, And throw your bread onto the water, ഏറിയ നാൾ കഴിയുമ്പോൾ നിനക്കത് കിട്ടും. and after some time you will get it back. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, Throw your bread onto the water, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. after many days you will find it. 126 സങ്കീർത്തനം 6-ാമത്തെ വാക്യവും ചേർത്ത് വായിക്കാം. Psalm 126 verse 6, it says, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, and when you bear the seed you actually weep, കറ്റ ചുമന്ന് ആർത്തു കൊണ്ടുവരും. and when you actually takes the sheaves you will be rejoicing. ഈ രണ്ട് വാക്യങ്ങളും And both these verses, യോർദാന്റെ ഒരു രണ്ട് കരകൾക്കകത്തെ ഒരു ഭാഗം മുഴുവൻ കൃഷിഭൂമിയാണ്. and in Jordan one side of the bank it is full of fields. ആ കൃഷിഭൂമിയിലുള്ള കൃഷിരീതിയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന വാക്യങ്ങളാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. And these were written from the harvest they used to do in that field. ആമേൻ. അതിങ്ങനെയാണ്, നമുക്കതൊന്ന് പഠിക്കാം. And we can learn from this like this. ആമേൻ. ഒരു ഭാഗം യോർദാന്റെ ഒരു ഭാഗം മുഴുവൻ കൃഷിഭൂമികൾ ഒരുങ്ങിക്കിടക്കുന്നു. And one side of Jordan is full of fields. യോർദാനിലേക്ക് ഒഴുകി വരുന്ന വെള്ളം, മഞ്ഞുരുകി വരുന്ന വെള്ളം. And the water that comes to Jordan is actually the one melted from the snow. ഈ വെള്ളത്തിന്റെ അകത്ത് അവിടെ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, നല്ല കൂനകൾ, ആമേൻ, അനുഭവമുള്ള മണ്ണ്, ആമേൻ ആമേൻ, എക്കലുകൾ, ആമേൻ, അതിനകത്ത് ഒഴുകി വരുന്നു. And in this water we can see very good minerals over ഇത് there. കൃഷിക്ക് നല്ല അനുയോജ്യമായുള്ള വളക്കൂറുള്ള ആമേൻ അനുഭവങ്ങളാണ്. And these minerals are very good for the plants. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ ആമേൻ, ഏത്ത കൃഷിയുണ്ട്, കപ്പ കൃഷിയുണ്ട്, ആമേൻ, പല പല കൃഷികളുണ്ട്. And there are different kind of farmings we know about. എന്നാൽ അങ്ങനെയല്ല നെൽകൃഷി. And it is not like that about അത് the paddy fields. തുടങ്ങുന്നിടം മുതൽ തീരുന്നിടം വരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള, ഒരു കർഷകനെ സംബന്ധിച്ചോളം ടെൻഷനാണ്. And when it comes to a farmer, from the time they sow the seed until the harvest time, it is actually tension for the farmer. കളകളെല്ലാം പറിച്ചുഴുകണം, And all the weeds needs to be removed. വെള്ളം കയറ്റണം, And you have to put the water. വിത്തിടണം, And you have to sow the seeds. ഉഴുത് വിത്തിടണം. And you need to sow the seeds. പറകൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. And you need to see that the things are coming against ആമേൻ it. ആമേൻ. വളർന്നു വരുന്ന ഞാറിന്റെ ഇടയിൽ കളകൾ പറിക്കണം. And if there are weeds in between those paddy fields, then you have to remove them. ആമേൻ. അത് വളർന്നു വരുമ്പോൾ ഹല്ലേലൂയ മടവീഴ്ച ഉണ്ടോ എന്ന് രാത്രിയിൽ പോയി നോക്കണം. And if there are any kind of soil that is going off, that they need to see in the nights. അങ്ങനെ തുടക്കം മുതൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ടെൻഷനാണ്. And from the beginning like this, that farmer has different kind of tensions. കറ്റ ചുമന്ന് ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ, വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നു. And when they sow the seeds, they are actually weeping. ആമേൻ. ഈ വിത്ത് ചുമന്നതിന്റെ തുടക്കം മുതൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ, മാനസിക And when they ടെൻഷൻ. sow the seeds, from that time onwards, the farmer has different എന്നാൽ tensions. കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. But when they carry the sheaves during the harvest time, എന്നാൽ they അതിന്റെ rejoice. കൊയ്ത്തിന്റെ സമയം ആമേൻ 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 മനസ്സിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഭാരമല്ല, അതൊരു കൊയ്ത്തു പാട്ടോടെ കൊയ്തെടുക്കുന്ന സമയങ്ങളാ. The harvest time is not a time for the bird, and it is actually time for rejoicing. Praise the Lord.
Praise God. പ്രൈസ് ദി ലോർഡ്. Praise God. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. And you throw your bread over the waters, and after many days you will receive it back. നമ്മളതിങ്ങനെ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഈ വെള്ളം വരുമ്പോൾ കർഷകരെല്ലാം അവരുടെ കളപ്പുരകളിലേക്ക് ഓടും. And when you see that when this water comes, all the farmers will run to their house. ഒരുക്കിയിട്ടിരിക്കുന്ന ആമേൻ ആമേൻ പാടശേഖരങ്ങളിലെല്ലാം വെള്ളം വന്ന് നിറയും. And all these paddy fields will be filled with the water. അവർ നിരന്ന് നിന്നിട്ട് ആമേൻ ഈ ആമേൻ ചാക്കുകെട്ടുകൾ ധാന്യമണികൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വക്കഴിച്ചിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഇതെല്ലാം കുടഞ്ഞു കുടഞ്ഞ് എറിയും. And these farmers, they come in line and they remove the sack and they throw these seeds onto those അങ്ങ് waters. ഒരുക്കിയിട്ടിരിക്കുന്ന വിദൂരമായ പാടശേഖരങ്ങളിലേക്ക് ഈ വിത്തുകൾ അല്ലെങ്കിൽ ഈ വെള്ളത്തിലൂടെ ഒഴുകി ചെല്ലും. And all these seeds will, through this water, it will flow onto those prepared ഒരു lands. സാധാരണ നമുക്കത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കൃഷി രീതിയാണ്. And for us common people, we cannot think that kind of farming. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ വെള്ളത്തിനോട് കൂടെ വന്ന എക്കലിനോട് ചേർന്ന് ഈ വിത്ത് അവിടെ കിടക്കും. And the minerals that came with the water, and it will mix with the seed and it will bury over the land. ഫാക്ടംബോസും രാസവളവും ചാണകവും ഒന്നും ഇട്ട് കൊടുക്കുന്ന പോലെയുള്ള ഒരു വളർച്ചയല്ല അത്. And we don't put any kind of artificial fertilizers over there. അതിന്റെ വളർന്നു വരുമ്പോൾ തന്നെ അതിന്റെ ആമേൻ ആമേൻ ബലം ഭയങ്കരമാ. And when they actually grow in the beginning itself, they come very അവർക്കൊരു strongly. കണക്ക് കൂട്ടലുണ്ട്, ഒരു സമയം. എന്നാൽ അതിന് മുമ്പ് തന്നെ ഇത് തഴച്ചു വളരുവാനിടയാകും. And although they have some kind of calculations, but all these plants will come very അവർ strongly. ഉദ്ദേശിക്കുന്ന സമയത്തിന്റെ അകത്ത് അതിന്റെ ഫലം കൊയ്തെടുക്കത്തക്ക വിധത്തിൽ അത് പാകമാകും. And during the calculated harvest time, all these things will become very good and ripe. ഒരു ചാക്ക് അവർ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്തെടുക്കുന്നത് 3-4 ഇരട്ടിയാ. And although one sack of seed, if they have thrown into that water, when it comes back during the harvest time, it ഈ might ഒരു become വിഷയം triple. ബന്ധപ്പെട്ടാണ് ആ വചനം ഉരുത്തിരിഞ്ഞു വന്നത്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് കിട്ടും. And comparing with this kind of incident, it was written in the verse, you throw your bread onto the water and after many days you can കാരണം receive ഇത് it. നാളുകളിലേക്ക് കഴിക്കുവാൻ അപ്പത്തിനായി ഭക്ഷണത്തിന് മാറ്റിവെച്ചതാ. And all these things, all these seeds, they have kept away for the food. എന്നാൽ അവർ വിശ്വാസത്തോടെ എറിഞ്ഞ് അവർക്കറിയാം, ഇതിനകത്തു നിന്ന് ഒരു ചാക്ക് ഞാൻ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരട്ടി ഒരു അനുഭവം എനിക്ക് മടങ്ങി വരും. But these farmers, by faith, they have thrown that onto the water. They know that if they have thrown one sack, they can get in multiple times. ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളൊന്നും മടങ്ങി വരാതെ ഇരിക്കുകയില്ല. And whatever you have kept in the presence of the Lord, it will never come back in vain. ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ഒരു വിഷയത്തിനും മറുപടി വരാതെ ഇരിക്കുകയില്ല. And whatever things you have kept in the front of the Lord, and nothing, it will always have an answer. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിടുതൽ കിട്ടുമ്പോഴുള്ള അനുഭവമാണ് നീ കരഞ്ഞ് അവൻ വിതച്ച് അവൻ ദൈവസന്നിധിയിൽ ഭാരത്തോടെ ഇരിക്കുന്ന അനുഭവങ്ങളല്ല. അതിന്റെ വിടുതൽ അവൻ കൊയ്തെടുത്ത് സമൂഹ മധ്യേ തല ഉയർത്തി ഒരു സാക്ഷ്യത്തിനായുള്ള സമയത്തിൽ നിന്നെ ഒരുക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. And the Spirit is actually telling me in the time of harvest, and when you receive the deliverance, you won't be just sitting with a burdened heart, but you will be rejoicing in the presence of the ഇതാണ് Lord. യോർദാന്റെ ഒരു ഭാഗം. And that is one side of Jordan. യോർദാന്റെ മറ്റൊരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ And when there is another side of Jordan. യിരെമ്യ ആമേൻ 40:19 വായിക്കാം. Jeremiah chapter 49 verse 19. ആമേൻ ആമേൻ യിരെമ്യ 40:19. Jeremiah chapter 49 verse 19. യോർദാന്റെ വൻകാട്ടിൽ നിന്നൊരു സിംഹം എന്ന പോലെ And from the Jordan's forest there is something come അവൻ out like എപ്പോഴും a lion, പച്ചയായിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. and it always go to the green pastures. ഒരു ഭാഗം മുഴുവൻ കൃഷിഭൂമികൾ, അവിടുത്തെ നന്മകൾ, And one side it is always the good ആടുമാടുകളുടെ part and the വർധനവ്, harvest. And there is increase in the animals. അവൻ അധ്വാനത്തിന്റെ ഫലമെടുക്കുന്ന അനുഭവങ്ങൾ. And there is always something they are getting from their hardship. എന്നാൽ മറുഭാഗത്തൊരു വലിയ വനം, കാട്. And on the other side there is a big അതിനകത്ത് forest. ഒളിഞ്ഞിരിക്കുന്ന ചില സിംഹങ്ങൾ. And there are lions which are hidden in this forest. വീണ്ടും പഠിക്കുന്നു, ഒരു പ്രത്യേക മൃഗം അവിടെ ഒത്തിരി ഉണ്ട്, അവൻ പുള്ളിപ്പുലി. And there is another one which is cheetah. ഇത് രണ്ടും കടിച്ചു കീറുന്ന ജന്തുക്കളാ. And both these are actually tear you apart. ഒരു ഭാഗത്ത്
ഭാഗത്ത് മുഴുവൻ അധ്വാനവും നന്മയും ആടുമാടുകളുടെ വർധനവും കൃഷികളും. And one side it is your labor and your harvest and your farming. എന്നാൽ അതിനെ അനുവദിക്കാതെ വണ്ണം And on the other side there മറുഭാഗത്തു നിന്ന് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ കൃഷിയിടങ്ങളിലേക്ക് അധ്വാനിക്കുന്നവരുടെ ജീവൻ പോലും അപകടത്തിലാക്കാൻ കയറി വരുന്ന ചില സിംഹങ്ങൾ പോലെ. And on the other side there are wild animals which are trying to come out from the forest to attack those harvests. എത്ര പ്രാവശ്യം ഇതുപോലെ നമ്മുടെ ജീവിത അനുഭവങ്ങളെ ഇല്ലാതാക്കാൻ ശത്രു നോക്കി. And many times in our life also, when our life അപകടങ്ങളിലൂടെ അനർത്ഥങ്ങളിലൂടെ രോഗങ്ങളിലൂടെ and because of the all the accidents, sickness or diseases, ആമേൻ ആമേൻ ചാടി വീണ ചില സിംഹങ്ങൾ പോലെ and it comes like the one which is actually എന്നെ coming നിങ്ങളെ like a തകർക്കാൻ lion. നോക്കിയ അനുഭവങ്ങളുടെ നടുവിൽ And in between all those things that are come to destroy you, അവരത് ഓർത്തപ്പോൾ അവരെ ആളുമാറി. and when they thought of all the rescue that they had in their life, they ഓർക്കാൻ were changed. എന്തെങ്കിലും ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആളുമാറുന്ന ഒരു പകൽ സമയം. And if someone is there in this in the presence of the Lord who have that kind of things to remember, ആ അനുഭവങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തെ അവർ ഓർത്തപ്പോൾ അവർ ആളുമാറി. and when they thought of all those experience and the Jesus എത്ര that has പ്രാവശ്യം come നിന്നെ down for them, അപകടങ്ങളിട്ട് ഒതുക്കാൻ ശത്രു നോക്കി. and how many times in the accidents the Lord എത്ര പ്രാവശ്യം രോഗക്കിടക്കയിലാക്കാൻ ശത്രു നോക്കി. how many times the evil tried to make you on the deathbed, എത്ര നാൾ നിന്റെ നന്മകളെ മുടിച്ചു കളയുവാൻ ശത്രു നോക്കി. how many times the enemy came to take away your all ഇന്നും blessings. ചില മാനസിക വിഷമങ്ങളുമായി അകത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, And if there is any child of God who has broken their അതിന്റെ heart, നടുവിൽ ഇറങ്ങി വന്ന ദൈവിക കൃപകൾ അനുഭവിച്ച ദൈവപൈതലിനകത്തുണ്ടെങ്കിൽ, and if there is any children of God who had actually experienced the deliverance നിന്റെ from God, വിഷാദം തനിയെ മാറും, and your depression will go നിന്റെ on its വേദനകൾ own, തനിയെ മാറും. your pain will go on its own, നിശ്ചയമായും നീ ആരാധിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. and surely you will worship and glory your Lord. അവരോർത്തപ്പോൾ അവരാളുമാറി. And when they remembered, they changed. അവരോർത്തപ്പോൾ അവരാളുമാറി. When they remembered, they actually got transformed. ഹല്ലേലൂയ. Praise God. രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ, Let's come to the book of Kings. ആമേൻ ഹല്ലേലൂയ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 കടന്നു വരുമ്പോൾ, First Kings chapter 19. ആമേൻ ഏലിയാവ്, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി യഹോവയായ ദൈവത്തിന് വേണ്ടി നിന്നവനാ. Elijah had actually stood for the Lord. ബാലിന്റെ പ്രവാചകന്മാരെ ബാലിനെ ഭയപ്പെടാതെ, ഇസബെലിന്റെ ശക്തിയെ ഭയപ്പെടാതെ, And without fearing the prophets of Baal or the power of Isabel. ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തിയ ഏലിയാവ്. And actually he revealed the living God. 19 വരുമ്പോൾ, When it comes to 19, ചൂരച്ചിലുടെ തണലിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് പോലെ and he came under the bush. ഒരു അനുഭവത്തിന്റെ നടുവിൽ ഏലിയാവിനെ ഒതുക്കിയെന്ന് ഇസബെലിന്റെ ശക്തി ചിന്തിച്ചു. When the power of Isabel thought that they could suppress Elijah's 24 power, hours വെല്ലുവിളിച്ച് കയറി വന്നു. and he got challenged for 24 hours. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഭയപ്പെടുത്തത്തക്ക വിധത്തിലുള്ള വെല്ലുവിളി. ആമേൻ ഹല്ലേലൂയ. അവരുടെ ദേവന്മാരെയും ദേവത ശക്തികളെയും ആഭിചാരത്തെ കൂട്ടുപിടിച്ച് കടന്നു വന്നു. And there were many evil forces came against Elijah. ഞാൻ ഒന്ന് പറയാം. And I want to say one thing. ആമേൻ നമ്മളൊരു ആമേൻ ജഡത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാ. And we all are in flesh. ചില സാഹചര്യങ്ങൾക്കകത്ത് നമ്മളെ ഭയപ്പെടുത്തി എന്ന് വരും. And some circumstances we may get ചില scared. ആഭിചാര ശക്തി നമുക്കെതിരെ വന്നെന്ന് വരും. And there might be some evil forces that ചില come ഇസബെലിന്റെ against you. ശക്തി പൊങ്ങിയെന്ന് വരും. There might be some power of പക്ഷേ Isabel ദൈവത്തിന് come വേണ്ടി against നിൽക്കുന്ന you. ദൈവത്തിന്റെ പൈതലേ, But if you are standing for the Lord, നിന്റെ കാര്യം ഏറ്റെടുക്കാൻ ഒരു സ്വർഗമുണ്ട്. your things will be taken care by the Lord. എന്നെ നിങ്ങളെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. And nothing can suppress us. അഥവാ കഴിഞ്ഞു എന്ന് തോന്നിയാൽ If you feel like that something ഇസബെലിന്റെ suppressed ശക്തിയെ you, നീ ഇല്ല. the power of Isabel, the ഏലിയാവ് ഇന്ന് ജീവിക്കുന്നു. Elijah still lives. ഒരു ദൈവവചനത്തെ തകർത്ത് കളയാൻ ഒരു അന്ധകാര ആഭിചാര ശക്തിക്കും ഒരു ഇസബെലിന്റെ ശക്തിക്കും കഴിയുകയില്ല. No evil forces or no power of Isabel can actually destroy the power of God. ദൈവസന്നിധിയിലുള്ള തീരുമാനമല്ല ചൂരച്ചിലുടെ തണലിലേക്ക് പോയത്. And he has taken the decision in front of God before he went ചില under the bush. സാഹചര്യത്തിന്റെ നടുവിൽ നമ്മളൊന്ന് ഒതുങ്ങിപ്പോയെന്ന് തോന്നുന്നു. And some circumstances you feel like you have പലരും പറഞ്ഞു suppressed. ഏലിയാവിന്റെ കാര്യം തീർന്നു. And so many people said യവനിനി Elijah's thing ഇവിടുന്ന് is പുറത്തു finished. വരികയില്ല. They said that Elijah's matter is യവനിനി ഇവിടെ finished. ഇരിക്കുകയേ ഉള്ളൂ. And they said that he will just sit നീയാണോ there. ഇസബെലെ തീരുമാനിക്കുന്നത്? You Isabel, you are the one who is going to നിന്റെ decide. ബാലിന്റെ ശക്തിയാണോ തീരുമാനിക്കുന്നത്? You the power of Baal, you are going നിന്റെ to ആഭിചാര decide. ശക്തിയാണോ തീരുമാനിക്കുന്നത്? The
power of evil, it is the one who is ഇസബേലേ there. നിന്നെ പട്ടി തിന്നത്തക്ക വിധത്തിൽ And Isabel, the dog will bite നിന്റെ you. ശരീരം തകർന്നു പോയ അനുഭവങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. And there are incidents that the body of Isabel was destroyed. അമ്മാൻ എന്നാൽ ഏലിയാവിനൊരു ശബ്ദം, But there was a voice from Elijah. നിനക്കെന്താ ഇവിടെ കാര്യം? What is the matter for you നീ എന്തിനാ here? ഇവിടെ കേറിയിരിക്കുന്നു? Why you came here? പാപം ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു കാണും. And Elijah said like this, ഒന്ന് ഭയപ്പെട്ടു പോയപ്പാ, I got scared. ഒന്ന് ഭയപ്പെട്ടു പോയി. Lord, I got scared. പുറത്തു വരാൻ പറഞ്ഞു. And he asked him to come പുറത്തു out. വരാൻ പറഞ്ഞു. He asked him to come നീ ഇത് out. കഴിക്കാൻ പറഞ്ഞു. And he asked him to നീ eat ഇത് this. കുടിക്കാൻ പറഞ്ഞു. He asked him to drink ഞാൻ this. നിങ്ങൾ ക്ഷീണിച്ചുവെന്ന് സ്വർഗം കാണുമ്പോ, And when heaven sees that you are tired, സ്വർഗം ഉണ്ടാക്കുന്ന ചില ഫുഡുണ്ട് ദൂതന്മാരെ കൊണ്ട്. and heaven actually prepares food with the അവൻ ദൂതനോട് angels. പറഞ്ഞു റൊട്ടി കഴിച്ചോളാൻ പറഞ്ഞു. And then the angel said to give them. കഴിച്ചോളാൻ പറഞ്ഞു. And he asked them to give. കുടിക്കാൻ പറഞ്ഞു. He asked them to eat and പുറത്തു drink. വരാൻ പറഞ്ഞു. And he asked them to come out. ഒതുങ്ങി എന്ന് പറഞ്ഞവൻ And the person who said he is gone. 40 രാവും 40 nights, 40 പകലും 40 days. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ നടന്നു. And he walked for 40 nights and നിന്നെ 40 ഒതുക്കി days ഇനി until the പുറത്തു mountain of വരികയാണെന്ന് Horeb. ഒതുക്കുമ്പോൾ And when people try to suppress you, നിനക്ക് പുതിയ ബലം തന്ന്, the Lord will give you പുതിയ new. ശക്തി തന്ന്, The Lord will give you new പുറത്തു strength. കൊണ്ടുവരുന്ന ഒരു സ്വർഗമുണ്ട്. Heaven will take you out. പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗമുണ്ട്. And the Lord can take you out. Praise the Lord. Praise God. ഈ ആരാധന മധ്യേ ഞാനിന്ന് വിളിച്ചു പറയാം, And the presence of the worship, I അവൻ am telling you. പുറമെയുള്ള ഈ ബോഡിയെ തകർക്കത്തക്ക വിധത്തിൽ And the body which is outerwards, അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നാൽ തന്നെയും although the inner man is strong enough, ഭയപ്പെടുത്തുന്ന ഒതുക്കുന്ന ചില പോരുകളെ, all the evil forces that can ചില suppress you, ആഭിചാര ശക്തികളെ, and all the evil things, ചില പൈശാചിക കൂട്ടുകെട്ടുകളെ, and all the evil ചില communions, രാജാക്കന്മാരുടെ പോരുകളെ, all the fellowships against, ചില അധികാരത്തിന്റെ ശക്തികളെ and all the power of darkness. യേശുക്രിസ്തുവിൻ നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. In the name of Jesus, I am unbinding them. റിലീസ് ആകട്ടെ, ചിലത് Let it get released. റിലീസ് ആകട്ടെ, Let it get released. റിലീസ് ആകട്ടെ, Let it get സഭ released. റിലീസ് ആകട്ടെ, Let the church be ആമേൻ, released. വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ, Let the people will be free. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. Let the family will be free. യെസ്, ഒതുക്കുന്ന മണ്ഡലങ്ങൾ അഴിയട്ടെ. All the things that are getting suppressed ആരാധന ഉയരാതിരിപ്പാൻ, against the worship, ശുശ്രൂഷ വെളിപ്പെടാതിരിപ്പാൻ, against the ministry, ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിപ്പാൻ, against the work of God, ഐക്യതയെ കെടുത്തുന്ന against the unity of the അന്ധകാര church, മണ്ഡലങ്ങളുടെ കൂട്ടുകെട്ടുകളെ, and all the evil force of അതിന്റെ darkness, പ്രവൃത്തികളെ and all the action of അഴിക്കുന്ന darkness. യേശുവിൻ നാമത്തിൽ In the name of Jesus, അതിനെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. it can be unbound. നാവെടുക്കട്ടെ, കരങ്ങളെടുക്കട്ടെ, ഓർത്ത് നന്ദി പറയട്ടെ. Let's thank God with that. യെസ് യെസ് ഇല്ല, വിട്ടുതരികയെന്ന് പറഞ്ഞ് ഒതുക്കുന്ന മണ്ഡലം ആരോ ഫോഴ്സ് ചെയ്യുന്നത് പോലെ മനസ്സിന്റെ ആഴങ്ങളിൽ കടന്നുകൂടി അവൻ ചടങ്ങ് പോലെ വന്നിരുന്ന് പോകത്തക്ക വിധത്തിൽ എന്നെ നിങ്ങളെ ഒതുക്കുന്ന മണ്ഡലം, ആരാധന വെളിപ്പെട്ടാൽ ദൈവിക പ്രവൃത്തിയുണ്ട്, ആരാധന വെളിപ്പെട്ടാൽ ദേശത്ത് വിടുതലുണ്ട്, ആരാധന വെളിപ്പെട്ടാൽ ആലയത്തിൽ വിടുതലുണ്ട്. യെസ് യെസ്, ശരീരം റിലീസ് ആകട്ടെ, Let the Mind body be release released. ആകട്ടെ. Let the mind be released. ഏലിയാവിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, And the God told Elijah like this. ഇസബലാണോ നിന്നെ തീരുമാനിക്കുന്നത്? Isabel is the one who is going to ആ വിചാര decide. ശക്തിയാണോ നിന്നെ Is the തീരുമാനിക്കുന്നത്? evil actions are going to ഒരു എലീശ decide. നിന്റെ പുറകിലുണ്ട്. There is an Elijah നീ behind വീണ്ടും you. ചിലതിനെ അഭിഷേകം ചെയ്യണം. And you have to anoint more ഒരു people. എലീശ അഭിഷേകം ചെയ്തു. And he anointed അവൻ Elisha. യോർദാന്റെ മുമ്പിൽ വന്നു. And he came in front of Jordan. എലിയാവ് എടുക്കപ്പെടുന്ന സമയമായി. And Elijah was the time was ഏലീശ come for the അവൻ Elijah കൂടെ to go out. അവൻ തന്റെ കൂടെ അപ്പുറത്ത് ഏലിയാവിനോട് കൂടെ പോയി. And Elisha also went along with Elijah. സമയമായപ്പോൾ ഏലിയാവിനെ എടുക്കപ്പെട്ടു. And that when the time came, Elijah went to പക്ഷേ heaven. ഏലീശയിലേക്ക് ഒരു പുതപ്പ് വീണു. So on Elisha there was a പക്ഷേ cloak ഏലീശയുടെ came മുമ്പിൽ down. യോർദാനുണ്ട്. But in front of Elisha there is a Jordan. മുമ്പേ കൂടെ ഏലിയാവ് ഉണ്ടായിരുന്നു. But before that there was Elijah ഇപ്പോൾ with കൂടെ him. ഏലിയാവില്ല. And now Elijah is not with him. ഏലീശ മാത്രമേ ഉള്ളൂ. Now only Elisha is ദൂത് there. മനസ്സിലായക്കായി സ്തോത്രം. And all the people who നിന്റെ understood ചില the prophecy വിഷയങ്ങളുടെ നടുവിൽ understood. യോർദാന്റെ മുമ്പാകെ And in the presence of in the നിന്നോട്
കൂടെ ഒരു problems. ദൈവദാസൻ ഇല്ലെന്ന് തോന്നും, In the presence of problem, you ഒരു may not have കൂട്ടുവിശ്വാസി anyone. ഇല്ലെന്ന് തോന്നും. You may not have anyone with എന്നാൽ you. നിന്നിലും എന്നിലും വീഴുന്ന ഒരു പുതപ്പുണ്ടല്ലോ, But there is a cloak അവൻ that നിന്റെ falls മുമ്പാകെ on you. വീഴുന്ന കാണുന്ന യോർദാനെ രണ്ടാക്കാൻ അത് ശക്തമാ. And with that cloak, you can actually part കഴിഞ്ഞ the നാളുകളിൽ ഈ Jordan in front പുതപ്പിനോട് of you. ശത്രുവിന്റെ പോര, And all for that cloak, actually, the evil എന്നിലും force നിന്നിലുമുള്ള comes. അഭിഷേകത്തോട് ശത്രുവിന്റെ പോര. The enemy is against the anointing that is within യോർദാൻ you. നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ Although Jordan is in front of you, നിശ്ചയമായും ഏലിയാവേ നീ കൂടെ ഇല്ല, പക്ഷേ എലീശ പറയുക എന്നിലൊരു പുതപ്പുണ്ട്. although Elijah is not there with Elisha, ആ but Elisha will say വിശ്വാസത്തോടെ by a യോർദാനെ cloak. അടിച്ചു. And with that cloak, he തന്റെ break the മുമ്പാകെ Jordan. യോർദാൻ രണ്ടായി. Jordan was parted its ways. തന്റെ മുമ്പാകെ യോർദാൻ രണ്ടായി. And Jordan parted its ways. സമയമായതുകൊണ്ട് ഒരു ഭാഗം കൊണ്ട് വേഗത്തിൽ എന്ന് പറയാം. രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. 2 Kings chapter 6. ആമേൻ ഇങ്ങനെ പറയുന്നു. ആമേൻ ആമേൻ പ്രവാചകന് ശിഷ്യന്മാർ ഏറി വന്നു. And there were a lot of prophets came up. ആമേൻ ആമേൻ അപ്പോൾ പറഞ്ഞു നമ്മൾ ഇരിക്കുന്ന ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഇടുക്കം. And they said that we want to take this place. നീയും കൂടെ ഞങ്ങളോട് വരണം, മരം മുറിച്ചു കൊണ്ട് വന്നിട്ട് ആമേൻ ഇതൊക്കെ ഒന്ന് വിശാലമാക്കാം. And you also come with me, and we have to take some woods and make this place more. ആ മരം മുറിക്കാൻ പോകുന്നിടത്ത് ഒരുവന്റെ മരം മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. And when they went to cut down the trees, there was one. മരം മുറിച്ചിടത്തു അവൻ നിലവിളിച്ചോണ്ടാ മടങ്ങി വന്നു. And the person who was actually cutting the tree, he came നമ്മൾ out വിചാരിക്കടാ crying. ഈ എന്തോതിനെ മരം മുറിച്ചിടത്ത് ഇത്ര നിലവിളിച്ചോണ്ട് വരേണ്ടത്. And when you may think that why this fellow has to cry out. വിഷയം കൂടെ കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നവന്റെ ഓടാലി നഷ്ടമായി. And that time you can understand that this person had lost ഈ his നിസാര axe. വിഷയത്തിന് നീ എന്തിനാ നിലവിളിക്കുന്നത്? And he lost his axe, and for this why you have to cry out. ഞാനൊന്ന് പറയാം. And I want to say one thing. ചിലരുടെ നിലവിളിയാകേണ്ട ചില ചെറിയ വിഷയങ്ങളെന്ന് നമുക്ക് തോന്നും. And some people's cry out, you may think പക്ഷേ that അവന്റെ it is a small ജീവിതത്തെ തകർക്കുന്ന ചില വിഷയങ്ങളായിരിക്കും thing. അത്. And those things might be something destroying their അതിന് life. പ്രാർത്ഥിക്കണോ, ഇതിന് പ്രാർത്ഥിക്കണോ, ചെറുതിന് പ്രാർത്ഥിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. And you may have to pray for many things. but you അവനെ have to pray for those സംബന്ധിച്ചിടത്തോളം things that has അവൻ to be അല്ലെങ്കിൽ prayed. ഇത് തിരിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവന്റെ ജീവിതം മുട്ടി നിൽക്കുക. And because he doesn't have enough things to give back the axe. അവൻ പറഞ്ഞ യജമാനൻ ഇത് എന്റേതല്ല, ഇത് വായ്പ വാങ്ങിയത്. And he said that it is not my axe, actually I got മൂന്ന് rented കാര്യം ഇവൻ ഈ കോടാലി സൂക്ഷിക്കണമല്ലോ. And there are 3 things. First thing is he has to വചനത്തിൽ take നിന്ന് മൂന്ന് care of കാര്യം the പറയാം. axe. വചനത്തിൽ നിന്ന് മൂന്ന് കാര്യം I want പറയാം. to say 3 things from the word ഇവൻ of ഇത് God. സൂക്ഷിക്കണമായിരുന്നു. He had to keep this properly. ഒന്നാമത്തെ കാര്യം, And first thing, ഇവൻ ഇങ്ങനെ വെട്ടാൻ തുടങ്ങി. and he started cutting the tree. അവൻ വെട്ടാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ ആക്ഷനേ ഉള്ളൂ, മനസ്സിനകത്ത് ചിന്തയെല്ലാം കൂടെ കയറി വന്നു. And when he was cutting the trees, he ചിലർ was only doing the ഭയങ്കര action, but he ആക്ഷനായി was thinking. ആരാധനയിൽ ഇരുന്നേ. And some people, they do lot of worship, ഒരു ബന്ധവുമില്ല, and they don't have any connection with the worship, നഷ്ടമല്ലാതെ ഒരു ലാഭമില്ല. and they don't have anything other than loss. മനസ്സിനകത്ത് ചിന്തകളെ ഭാരങ്ങളെ കൊണ്ടുവന്ന് ആത്മീയ സാന്നിധ്യം വെളിപ്പെടാതെ വണ്ണം നിന്റെ മനസ്സോട് പോരാടുന്ന ചില മണ്ഡലങ്ങളിൽ നിന്റെ കയ്യിലുള്ള ആക്ഷനേ ഉള്ളൂ, കയ്യിലിരുന്ന സാധനം വെള്ളത്തിൽ പോയി. Because of the burden of your heart, although you are worshiping the Lord, you cannot worship properly because of all those ദൈവസന്നിധിയിൽ ഇരിക്കുന്ന burdens. ദൈവത്തിന്റെ പൈതൽ ദൈവമുണ്ടെന്നും അവന്റെ അടുക്കൽ വരുന്നവന് വിടുതലുണ്ടെന്നും ആദ്യം വിശ്വസിക്കണം. And the person who are coming in the presence of the Lord, first they have to have the faith that the Lord has the power to deliver you and he can take care of things. അതല്ലെങ്കിൽ കോടാലി ഇങ്ങനെ എടുത്ത് കയ്യിലൊന്ന് വീശി ആദ്യം രണ്ടാമത് ഇങ്ങനെ ആക്ഷനേ ഉള്ളൂ, സാധനം കയ്യിൽ നിന്ന് പോയി. കാരണം മനസ്സിനകത്ത് ചിന്തകൾ വന്ന് എന്തുവാ ചെയ്യുന്നതെന്നുള്ള പ്രവൃത്തിയെ മറന്നു കളഞ്ഞു. If you don't have that kind of faith, it same like axe, you might be doing only the action, but there is no connection. അങ്ങനെ അത് നഷ്ടമാകാം. And that way you can lose things. സഭാപ്രസംഗി 10:10 And Ecclesiastes chapter 10 verse 10. ഇരുമ്പായുധം മൂർച്ചയില്ലാതെ വന്നിട്ട് And when the axe doesn't have enough അതിന്റെ sharpness, വായ്ത്തല തേക്കാതിരുന്നാൽ and if you don't sharpen it, അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. and he has to use more power or force. ഇരുമ്പായുധം മൂർച്ചയില്ലാതെ വന്നിട്ട് And if that weapon doesn't have enough sharpening, അവൻ ഹല്ലേലൂയ എന്തുവാ ഷാർപ്പൻ ചെയ്തായിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി. and if you don't sharpen the weapon, and you ഇന്നലെ have to use വെട്ടിയതാ more കൊണ്ട് power, വെച്ചേക്കുക, and you have actually used it for cutting yesterday, രാവിലെ and you have എടുത്തോണ്ട് cut ഇങ്ങ് it. ഇറങ്ങി And in the morning again you took the same thing. വെട്ടാൻ തുടങ്ങിയപ്പോ And when he started cutting മരം down, വെട്ടുന്നവർക്കറിയാം മൂർച്ചയുള്ള കത്തിയും കൊണ്ട് വെട്ടിയാൽ അത് വെട്ടുമ്പോൾ തന്നെ അത് തിരിച്ചു വരും. and we know that if you sharpen something and if you cut down the trees, ഈ if it മരം is വെട്ടാൻ sharp enough, it പോകുന്നവരൊക്കെ will come back. രാവിലെ ആയുധം ഇത് റെഡിയാക്കും. And in the morning before they go to മൂർച്ച cut കൂട്ടും. down trees,
is they start to മൂർച്ച sharpen കൂട്ടും their weapon. മൂർച്ച കൂട്ടും. They sharpen the weapon. എന്നാൽ കഴിഞ്ഞ ദിവസം വെട്ടിയ കറകളും സകലതും ഇതത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് And because you have used that on the previous day, ഒരു and you haven't വെട്ട് വെട്ടി cleaned അത് it, അവിടെ ഒന്ന് ഇരുന്നു. and because when you cut it, and ഇതൊന്ന് it will ഊരി stay വരാൻ there. വേണ്ടി ഒരു പിടി പിടിച്ചു. And when you want to remove the axe from the wood, and you have to put some force. ഇത് കയ്യിൽ നിന്ന് തെറിച്ച് വെള്ളത്തിൽ പോയി. And when you have applied the force, it went into the water. തലവേദന വരുമ്പോൾ തലയടടിച്ച് വെച്ച് കിടന്ന് ഉറങ്ങാനുള്ള സാധനമല്ല വേദപുസ്തകം. And when you have headache, this Bible is not something that you can keep on the pillow and sleep. വിഷയങ്ങൾ വരുമ്പോൾ വയറ്റത്ത് വേദന വരുമ്പോൾ വയറ്റത്ത് വെച്ച് കിടങ്ങാൻ ഉറങ്ങാനുള്ള സാധനമല്ല ബൈബിള്. And when you have pain, it is അങ്ങനൊന്നും not something that സൗഖ്യമാകത്തില്ല. you can keep on that part. അങ്ങനൊന്നും You സൗഖ്യമാകത്തില്ല. won't get the healing from that. വചനം ധ്യാനിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, And you have to meditate on the word വചനം of God. അകത്തുള്ള ദൈവത്തിന്റെ പൈതലേ, The word of God has to be നീ inside you. വെട്ടിയാൽ വെട്ടിയതാ. And when you cut, it will ആമേൻ. be അവിടെ cut. മുറിയാത്തതായിട്ടുള്ള ഒരു വിഷയവുമില്ല. And there will be nothing that cannot be cut off. അങ്ങനെ ആമേൻ കോടാലി വെള്ളത്തിൽ പോകാം. And axe can go in the water in that way. ആമേൻ മൂന്ന് ഭാഗങ്ങൾ ചേർന്നതാണ് കോടാലി. And for the axe, there are 3 parts. ഒന്ന് കമ്പ്, And the first one is അതിന്റെ stem. താഴെ ഒരു ഇരുമ്പ് കഷണം, And there is one iron അതിന്റെ ഇടയ്ക്ക് ഒരു part. ആപ്പ്. And then there is a stump. ആമേൻ ആമേൻ. കമ്പം ആമേൻ ആപ്പും ആമേൻ നല്ല ഉറച്ച വിശ്വാസ കണ്ണുനീരും കൂടെ ഉണ്ടെങ്കിൽ And if the stump and that wood, കടുകുമണിയോളം മതി. പക്ഷെ ഇരുമ്പ് പോലുള്ള വിശ്വാസമാണ് നിനക്കുള്ളതെങ്കിൽ and if you have faith and if you have healed, വെട്ടിയാൽ മുറിയാത്തതായിട്ടുള്ള ഒരു വിഷയവുമില്ല. and if you pray, then there is nothing that cannot be ഇവിടെയാ cut off. ദൈവപൈതൽ പറയുന്നത്, You hear the child of God says like ഞാൻ this. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, It is not that I ഞാൻ haven't prayed. കരയാഞ്ഞിട്ടല്ല, It is not that I haven't ഞാൻ cried. ഉപവസിക്കാഞ്ഞിട്ടല്ല, It is not that I haven't ഞാൻ fasted. ആരാധിക്കാഞ്ഞിട്ടല്ല, It is not that I haven't എങ്കിലും worshipped. എന്റെ കോടാലി വെള്ളത്തില. But still my axe is gone into the യോർദാൻ ഒരു water. സ്വഭാവമുണ്ട്, Jordan had a നല്ല character. തെളിഞ്ഞ വെള്ളമാ. Although the water is very നിന്റെ clear. കോടാലി ഭാരമുള്ളത് വീണപ്പോ കലങ്ങിപ്പോയി. But when axe went into the water got stirred യോർദാൻ up. പറയുക, And Jordan is saying, ഇത് പൊങ്ങുന്നൊന്ന് കാണണം. and the axe will come. ആഴം ഭയങ്കരമാ. And Jordan is saying it will ആമൻ. come out. യോർദാന്റെ അടിയിൽ ആമൻ നല്ല ചേറ്റിനകത്താ ഇത് പോയി വീണത്. And Jordan's in the deep. There is ഭാരമുള്ളത് mud. അടിയിൽ പോയാൽ ഈ ചേറ്റിനകത്ത് പൂന്തി ഇരിക്കുക. And the axe when it goes into the mud, it മൂന്ന് cannot come കാര്യങ്ങൾ out. യോർദാൻ പറയുന്നു നിന്റെ വിടുതൽ പൊങ്ങുകയല്ലെന്ന്. And Jordan was saying one thing, that your deliverance will not ഒന്ന്, come up. നീ ഈ തെളിഞ്ഞ വെള്ളത്തിനകത്ത് ഇനി നീ കാണുന്നതൊന്ന് കാണണം. ഇത് കലങ്ങി കളഞ്ഞേക്കോ, ഇതിന്റെ ആമൻ വെള്ളത്തിൽ നിനക്ക് ഇനി വിടുതൽ കാണുകയില്ല. And the water is not clear, so you won't be able to see the deliverance. രണ്ട്, ഇതിന്റെ ആഴം ഭയങ്കരമാ. ഇതിന്റെ അടിയിൽ നിന്ന് ഇത് പൊങ്ങുന്നതൊന്ന് കാണണം. And second thing, it is too deep, and so the deliverance cannot come up. മൂന്ന്, ഞാൻ പിടിച്ചു വച്ചേക്കുക, ഞാനും എന്റെ ശക്തികളും ഇവിടെ പൂഴ്ത്തി വെച്ചിരിക്കുക, ഇവിടുന്ന് പൊങ്ങുന്നതൊന്ന് കാണണം. And the third thing is, it is hidden, and I want to see whether it is coming up. Praise the Lord. Amen. Praise the Lord. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 പറയുന്നു, ഞാൻ അയക്കുന്ന എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ അത് അയച്ച കാര്യം സാധിപ്പിക്കും. And Isaiah 55:11 says that the word of God, when it comes, it will not go back in യോർദാന്റെ vain. അനുഭവങ്ങളുടെ നടുവിൽ And in the നിന്റെ experience of വിടുതൽ Jordan, തെളിഞ്ഞു കാണാതെ and the deliverance cannot be clear, ആഴത്തിലേക്ക് കൊണ്ടുപോയി and it goes into the depth of പൂഴ്ത്തി the sea. വച്ചിരിക്കുന്ന മണ്ഡലങ്ങളിന്മേൽ And in the hidden place, ഇത് വചനമാകുന്ന ശക്തി കടന്നു ചെല്ലുക. and the word of God really gets അതിനെ into അവിടെ there, നിന്ന് ഇളക്കുക, and it gets released from ആഴത്തിൽ there, നിന്ന് പൊങ്ങുക, and it comes up, കാണാത്തത് പൊങ്ങി വരികയാ. and the whatever cannot be seen is coming up. നഷ്ടപ്പെട്ടവന്റെ കയ്യിൽ കൊടുത്ത ഒരു പകൽ സമയം വന്ന And when there is a ദൈവാത്മാവ് daytime, ശക്തമായി ദൂതറിയിക്കുന്നു, there is a daytime when this come നിന്റെ back to the lost അവൻ one, വിടുതൽ ആഴത്തിൽ കടന്ന് and the deliverance which is നീ within കാണാതെ the വെള്ളം deep, ആഴത്തിൽ പൂഴ്ത്തിവെച്ച അനുഭവങ്ങളുടെ നടുവിൽ and in the experiences that are വചനം very deep which ഇന്നുകൊണ്ട്, cannot be seen, with the word വചനം of ഇന്നുകൊണ്ട് God, with the word of God, ഏത് കൂട്ടുകെട്ടിനെ തകർത്ത് any kind of friendship can be പൊങ്ങിയാലെന്ന് broken, പറഞ്ഞിടത്ത് അത് പൊങ്ങി and whatever is not come up, it നിന്നെ will come കൊണ്ടത് up, കാണുകയല്ല, നിന്റെ കയ്യിൽ ഇനി ഞാനത് ഏൽപ്പിക്കുകയല്ലെന്ന് പറഞ്ഞിടത്ത് and the one which will not be seen by you, and it will not come in your hand, അവന്റെ കയ്യിൽ അത് തിരിച്ചു കൊടുത്തു. and the Lord will come back, gave it നഷ്ടപ്പെട്ടവന്റെ back, കയ്യിൽ അത് തിരിച്ചു കൊടുത്തു. and the one which is lost is come back to നഷ്ടപ്പെട്ടവന്റെ the കയ്യിൽ അത് person, തിരിച്ചു കൊടുത്തു. the one which was lost came back to the lost ഒത്തിരി person. പറയാനുണ്ടെങ്കിലും 2:11 പറയുന്നു, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്താ? And still my soul, why you are casting out വിഷാദത്തിന്റെ into മറ്റൊരു തലമാ ഞരക്കം. And the other part is that casting down, അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. and only the people who understood that. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, And the second verse says എന്റെ like this, ആത്മാവ്
ഉള്ളിൽ ദാഹിക്കുന്നു. And the second verse says that my soul is thirsty within me. വിഷാദമുണ്ടെന്നേ, And there is depression. ഞരക്കമുണ്ടെന്നേ, And there is crying. എന്നാൽ ദാഹത്തിന്റെ കണിക നിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ? And if there is a thirst in you, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. and the last day of the festival, Jesus came ഉത്സവത്തിന്റെ മഹാദിനമാ കർത്താവ് കച്ചവടം നടത്തി. and Jesus came and said that whoever is thirst, come and drink my. സാധാരണ ഉത്സവത്തിന്റെ മാസങ്ങൾക്ക് മുമ്പ് ലേലം വിളിച്ച തറവാടക കൊടുത്ത് അവൻ കച്ചവടം ഉറപ്പിക്കുന്നു. And before Jesus came in on the last day, they used to do the auction over there. യേശു തുടങ്ങിയത് ഉത്സവം തീരുന്നതിന്റെ അവസാന ദിനമാ. And Jesus actually started on the എന്താ last day of the അവസാന ദിവസം festival. കൊണ്ട് കടയിട്ടത്? And why he came on the last day of the festival? കർത്താവ് പറഞ്ഞു, But the Lord said, ഇവരെല്ലാം ഉത്സവം ആചരിച്ച് വരിക, and they all are actually celebrating സന്തോഷത്താൽ the festival, തിമിർത്ത് വരികയാ. and they all are rejoicing and പക്ഷെ coming. ഞാൻ ഇവരുടെ ഉള്ളതാ കാണുന്നേ, But I am seeing their inner, പുറമേ ഉള്ള സന്തോഷം. and they are actually ഇവരുടെ happy ഉള്ളമെല്ലാം outside, തകർന്നിരിക്കുക. but their inner man ഇവരുടെ is, ഉള്ളമെല്ലാം തകർന്നിരിക്കുക. but they are broken. അവരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, And they look, Jesus looked at them. ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കലേക്ക് കടന്നു വന്ന് Jesus looked at them and said, all the one who are thirsty, come into me. സൗജന്യമായി കുടിക്കട്ടെ. And all them come and drink തിരുവെഴുത്ത് freely. പറയുന്നത് പോലെ And with the word of God, ജീവജലത്തിന്റെ നദികൾ the living water, അവൽ നിന്ന് ഒഴുകും. and it will flow from him. കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. ഈ നദി ഒഴുകാൻ തുടങ്ങിയാൽ When this water flows, ചലിക്കാത്തത് ചലിക്കും, and the one which is not moving will നീന്തി not move. കയറേണ്ടത് നീന്തി കയറി And വരും. whatever has to swim, it will swim. ആമേൻ. അതാത് മാസങ്ങളിലുള്ള ഫലങ്ങൾ ഉണ്ടാകും. And there are fruits which will come at every season. യെസ്. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് And from all directions. സഭയിൽ നിന്ന് ആത്മാവിന്റെ നദി ഒഴുകട്ടെ. And let the soul will flow into the നമ്മളിൽ church. നിന്ന് ഒഴുകട്ടെ. And it flows from us. ആത്മാവിന്റെ സാന്നിധ്യമുള്ളവൻ ചെല്ലുമ്പോൾ ചലിക്കാത്ത വിഷയങ്ങൾ ചലിക്കും. And when the presence of the Lord goes into the place, അനുകൂലമാകാത്തവർ അനുകൂലമാകും, അനുകൂലമാകാത്തവർ അനുകൂലമാകും. and whoever is not with you, and they will become with you. ലഭ്യമാകാത്ത ചലനങ്ങൾ നിനക്ക് വേണ്ടി ചലിപ്പിക്കും. And whatever is not moving for you, it will start moving. ഈ വചനത്തിന്റെ ആഴങ്ങളിൽ And with the depth of this word, കർത്താവ് വിടുതലിന്റെ സാക്ഷ്യത്തിനായി ഒരുക്കട്ടെ. let the Lord prepare people for the testimony. ദൈവദാസനെ സഭയെ, And the church and the pastor. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And let the Lord bless the church and അഭിഷിക്തനോട് pastor. സഭയോട് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനയും നന്ദിയും പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. I thank everyone, and I am sitting in the presence of the Lord.